നമുക്ക് തിരുവനന്തപുരത്തേക്ക് കൂടി പോകാം. അവിടുത്തെ ഒരു മഴ അലേർട്ട് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. വടക്കൻ കേരളത്തിൽ കനത്ത മഴയാണ്. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും ജാഗ്രത പാലിക്കാനുമാണ് മുന്നറിയിപ്പ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. വയനാട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം, ഇടുക്കി, ആലപ്പുഴ എന്നീ ജില്ലകളിൽ യെല്ലോ അലേർട്ടും നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി ശ്രീനന്ദ ചേരുകയാണ്. ശ്രീനന്ദ, നമ്മൾ കോഴിക്കോടേക്ക് പോയിരുന്നു. അവിടെ അനഘ മഴയത്താണ് നിൽക്കുന്നത്. കുടയൊക്കെ ചൂടി വലിയ മഴയാണ്. എങ്ങനെയാണ് അലേർട്ടിന്റെ ഒരു വിശദാംശങ്ങൾ ശ്രീനന്ദ? രാഖി, കോഴിക്കോട് മഴയാണെന്ന് നമ്മൾ കണ്ടു. തിരുവനന്തപുരത്ത് തെളിഞ്ഞൊരു കാലാവസ്ഥയാണ്. രാവിലെ സൂര്യനൊക്കെ ഉദിച്ച് നല്ലൊരു വെയിലൊക്കെ ഉണ്ട്. നല്ലൊരു കാലാവസ്ഥയിലാണ് ഇപ്പോൾ തിരുവനന്തപുരം നഗരം ഉള്ളത്. എന്തായാലും 3 ജില്ലകളിലാണ് നമ്മൾ അലേർട്ട് പറഞ്ഞത്. ഓറഞ്ച് അലേർട്ട് 3 ജില്ലകളാണ്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലാണ്. മറ്റ് 7 ജില്ലകളിലും യെല്ലോ അലേർട്ടാണ്. തിരുവനന്തപുരത്ത് അലേർട്ടുകൾ ഒന്നും തന്നെ നിലവിൽ മുന്നറിയിപ്പുകൾ നൽകിയിട്ടില്ല. പക്ഷേ എന്നാൽ കൂടി മണിക്കൂറുകൾ കഴിയുന്തോറും ചെറിയൊരു മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഒരു മുന്നറിയിപ്പായി നൽകുന്നുണ്ട്. ഈ നദീതീരങ്ങളിലൊക്കെ ഉള്ളവരോട് ചെറിയ ജാഗ്രത പാലിക്കാനൊക്കെ ഉള്ള നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. കരമന തീരത്തുള്ളവരോടൊക്കെ ഒന്ന് ജാഗ്രതയായിരിക്കണം എന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട്. പക്ഷേ തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് മഴയില്ല. ഇന്നലെ രാത്രിയും തിരുവനന്തപുരം ജില്ലയിൽ മഴ ഇല്ലായിരുന്നു. അപ്പോൾ ഈ ഒരു കാലാവസ്ഥയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് അലേർട്ടുകൾ നൽകാനുള്ള സാധ്യതയില്ല എന്നും കൂടി നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഒരു അടുത്ത 3 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്താകും അവസ്ഥയെന്ന് നമുക്കറിയില്ല. 10 മണിക്ക് പുതിയ അലേർട്ടുകൾ വരും. അലേർട്ടുകൾ വന്നു കഴിഞ്ഞാൽ മാത്രമായിരിക്കും തിരുവനന്തപുരം ജില്ലയിൽ ഇനി വരും മണിക്കൂറിൽ എങ്ങനെയായിരിക്കും മഴ മുന്നറിയിപ്പുകൾ എന്നൊക്കെയുള്ള കാര്യത്തിൽ ഒരു തീരുമാനമാവുകയുള്ളൂ. എന്തായാലും ഇപ്പോഴും മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരുന്ന ഒരു സാഹചര്യമാണ്. അതുപോലെ തന്നെ ഇടിമിന്നൽ മഴ ഉണ്ടെങ്കിൽ തന്നെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. മലയോര മേഖലയിലൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതുപോലെ ഇടിമിന്നൽ സാധ്യതയും കണക്കിലെടുക്കുന്നുണ്ട്. നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചു മോൻത എന്ന് പറയുന്ന ഒരു ചുഴലിക്കാറ്റിനെ കുറിച്ച്. ആ ചുഴലിക്കാറ്റ് ഇന്ന് ഒന്ന് വൈകുന്നേരത്തോടു കൂടി ശക്തി പ്രാപിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. അങ്ങനെയാണ് കേരള തീരത്ത് ഈ ഒരു ചുഴലിക്കാറ്റ് തൊടുന്ന ഒരു ലക്ഷ്യമില്ല. ഒറീസ, ആന്ധ്ര തീരത്തായിരിക്കും ഈ ചുഴലിക്കാറ്റ് കര തൊടുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ അല്ലെങ്കിൽ കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലും ഈ ചുഴലിക്കാറ്റിന്റെ ഒരു ഭാഗമായി ശക്തിയായ മഴ ഉണ്ടാകുമെന്നൊരു മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ കേന്ദ്രം ഈ ഒരു മണിക്കൂറിൽ രാഖി. ശ്രീനന്ദ, എന്തായാലും തിരുവനന്തപുരത്ത് തൽക്കാലത്തേക്ക് നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് എന്നുള്ളതാണ്. പക്ഷേ സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പുണ്ട്. വടക്കൻ കേരളത്തിൽ ഓറഞ്ച് അലേർട്ട് ഉള്ള ജില്ലകളുണ്ട്. എന്തായാലും ഇന്ന് സ്കൂളൊക്കെ ഉള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെ അല്പം ഒന്ന് മഴ ശമിച്ചു നിൽക്കുമ്പോൾ അത് വലിയ ആശ്വാസം തന്നെയാണ് കുടുംബങ്ങൾക്ക്.